ലോസസ് ഇൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പ്രീ ടെൻഷനിങ് മെമ്പറിൽ ഏതൊരു പ്രീ ടെൻഷനിങ് മെമ്പറാണെങ്കിലും അത് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ മസ്റ്റായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ആ ടെൻഡനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രീസ്ട്രസിങ് ഫോഴ്സ് കാരണം കോൺക്രീറ്റിന് ഷോർട്ടണിങ് സംഭവിക്കും. സെയിം എമൗണ്ട് ഓഫ് ഷോർട്ടണിങ് ടെൻഡനിലും സംഭവിക്കുന്നത് കൊണ്ട് ഏതൊരു പ്രീ ടെൻഷനിങ് മെമ്പർ ആണെങ്കിലും അത് നിർബന്ധമായിട്ടും ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ പോസ്റ്റ് ടെൻഷനിങ് മെമ്പർ ആണെങ്കിൽ അവിടെ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവണം നമുക്ക് നിർബന്ധമായും ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാറുമെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതായത് ഒരു ഒറ്റ വയറാണെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ്ങിൽ ആണെങ്കിൽ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവില്ല. ഇനി ഒന്നിൽ കൂടുതൽ വയേഴ്സ് അതിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ ആ വയേഴ്സ് നമ്മൾ സൈമൾട്ടേനിയസ്ലി ആണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ്ങിലും ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണമുള്ള ലോസ് ഉണ്ടാവില്ല. ഇനി ഈ ഒന്നിൽ കൂടുതൽ വയറുള്ളത് സബ്സീക്വൻ്റ് ആയിട്ടോ സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മൾ അതിന് ടെൻഷൻ കൊടുക്കുന്നതെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങിലുള്ള കേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടീഷൻ. പക്ഷേ പ്രീ ടെൻഷനിങ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ലോസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതുപോലെ ഇത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എഫ് പി ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് സി എന്ന് നമ്മൾ ഒരു ലാസ്റ്റ് ഫൈനൽ ഇക്വേഷനിൽ എത്തിയിട്ടുണ്ട്. ലോസ് ഇൻ പ്രീസ്ട്രസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇക്വേഷനാണ് ആൽഫ എഫ് സി. ഇവിടെ ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് മോഡുലാർ റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു എഫ് സി എന്ന് പറഞ്ഞാൽ പ്രീസ്ട്രസ് ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ലെവൽ ഓഫ് സ്റ്റീൽ. നമ്മൾ ടെൻഡൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് എന്താണോ അതാണ് ഈ എഫ് സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരെയാണ് നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിൽ മാത്രം ഉണ്ടാകുന്ന രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് ഫ്രിക്ഷണൽ ലോസും എൻകറേജ് സ്ലിപ്പ് കാരണമാണ്. ഈ ലാസ്റ്റ് രണ്ടെണ്ണം അതുണ്ടാകുന്നത് പോസ്റ്റ് ടെൻഷനിങ്ങിൽ മാത്രമാണ്. അതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. പോസ്റ്റ് ടെൻഷൻ മെമ്പറിലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ടെൻഡനെ നമ്മൾ പാസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ കോൺക്രീറ്റിൻ്റെ ബീമിനെയൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് അതിലൊരു ഹോൾ നമ്മളിടും, ഒരു ഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് അതിനുള്ളിലൂടെയാണ് പിന്നെ നമ്മൾ ഈ ടെൻഡനെ കടത്തി വിടുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഇതിന് ശേഷം ഇതിനെ കടത്തി വിട്ടിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ ടെൻഡനും ആ ഡക്റ്റിലുള്ള കോൺക്രീറ്റും തമ്മിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇൻ പോസ്റ്റ് ടെൻഷൻ്റെ മെമ്പർ loss of stress occurs due to friction between tendons and surrounding concrete ducts. അതാണ് ഇതിനുള്ള കാരണം. അത് പോസ്റ്റ് ടൈം പ്രീ ടെൻഷൻ്റെ മെമ്പറിലാകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാകുന്നില്ല. കാരണം പ്രീ ടെൻഷൻ്റെ മെമ്പറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. അതിനുശേഷം കോൺക്രീറ്റ് അവിടെ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ പ്രീ ടെൻഷൻ്റെ മെമ്പർ നോ ഫ്രിക്ഷൻ ലോസ് ബിക്കോസ് ദർ ഇസ് നോ കോൺക്രീറ്റ് ഡ്യൂറിങ് സ്ട്രെച്ചിങ് ഓഫ് ടെൻഡൻ. അപ്പോൾ പോസ്റ്റ് ടെൻഷൻ്റെ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റിൽ മാത്രം ഉണ്ടാകുന്നതാണ് ഈ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ ലോസ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് എന്ന് കാരണം ഒന്ന് അതിൻ്റെ ഒരു കർവേച്ചർ കാരണം നമ്മൾ കൊടുക്കുന്ന ടെൻഡൻ്റെ കർവേച്ചർ ഇഫക്റ്റ് കാരണം അവിടെ ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വോബിൾ ഇഫക്റ്റ് കാരണം ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കർവേച്ചർ ഡ്യൂ ടു കർവേച്ചർ ഇഫക്റ്റ്. ഇപ്പോൾ കർവേച്ചർ ഇഫക്റ്റ് കാരണം നമ്മൾ ടെൻഡന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കർവേച്ചർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കർവേച്ചർ ഷേപ്പിൽ നമ്മൾ അതിന് ശേഷം അവിടെ പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് കാരണം അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അത് ആ ഒരു ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ് ഡ്യൂ ടു കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെൻഡൻ അലൈൻമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ടെൻഡൻ അലൈൻമെൻറ്റ് ഇങ്ങനെ ഒരു കർവേച്ചർ ആണെങ്കിൽ നമ്മുടെ പ്രീസ്ട്രസിങ് ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ലോസ് ഉണ്ട്. ഇൻ കേസ് നമ്മുടെ പ്രീസ്ട്രസിങ് ഫോഴ്സ് ഹോറിസോണ്ടലായിട്ടാണ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഇല്ല, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ ഒരു ഫ്രിക്ഷൻ ലോസും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കർവേച്ചർ കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു കർവേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോസ് ഡ്യൂ ടു വോബിൾ ഇഫക്റ്റ് ആണ്. ഇപ്പോൾ വോബിൾ ഇഫക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ വോബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെൻഡനെ സ്ട്രെച്ച് ചെയ്യുന്നത് ലീനിയറിലായിട്ടാണ് നമ്മൾ ഈ ടെൻഡനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നെങ്കിൽ ആ ടൈമിൽ ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ വോബിൾ ഇഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടെൻഡൻ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് ആ ടെൻഡൻ ഒരു മിസ്അലൈൻമെൻറ്റ് സംഭവിക്കുമ്പോൾ വരുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു വോബിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലോക്കൽ റിസൾട്ട് ഓഫ് ആക്സിഡൻ്റൽ മിസ്അലൈൻമെൻറ്റ്. നമുക്ക് ഓരോന്നിനെ പറ്റുന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോസ് ഡ്യൂ ടു കർവേച്ചർ കാരണം എങ്ങനെയാണ് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവുക എന്ന് നോക്കാം.
If the profile is curved, there will be a loss in stress due to friction between tendon and the duct or between tendon themselves. അപ്പോൾ നമ്മളിങ്ങനെ കേർവേച്ചറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടെൻഡനും പിന്നെ അതിന് ചുറ്റുമുള്ള ഡക്റ്റിലുള്ള കോൺക്രീറ്റും തമ്മിൽ ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ ടെൻഡൻസ് തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദ ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വെർട്ടിക്കൽ നോർമൽ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയാം. നമുക്കറിയാം ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷനാണ്. അപ്പോൾ ഈ ഒരു കേസിലും ഈ ഒരു ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ എൻ ഫ്രം ദി കോൺക്രീറ്റ് ഓൺ ദി ടെൻഡൻ ഡ്യൂ ടു കർവേച്ചർ, അതിന് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് പറയാം, മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ കർവേച്ചർ ഓഫ് ദ ടെൻഡനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിനും ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മുടെ നേരത്തെ വരച്ച ഫിഗർ നോക്കുക, ഈ ഫിഗറിൽ ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും കൂടും. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സും കൂടും, അതുപോലെ മ്യൂ കൂടുന്നതിനനുസരിച്ചും ഫ്രിക്ഷൻ ഫോഴ്സ് കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റിനും ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം ഇൻക്ലൈൻഡ് ആണോ അത്രത്തോളം വെർട്ടിക്കൽ കമ്പോണൻറ്റും കൂടും. ഈ കാര്യങ്ങളൊക്കെയാണ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, കർവേച്ചർ ഓഫ് ടെൻഡൻ, എമൗണ്ട് ഓഫ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഇനി ഡ്യൂ ടു വോബിൾ ഇഫക്റ്റ്. If the profile of the cable is linear, the loss will be due to straightening or stretching of the cable is called wobble effect. അപ്പോൾ വോബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിൾ ലീനിയർ ആണെങ്കിൽ, ലീനിയർ ആയിട്ട് നമ്മൾ കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കേർവ് ഒന്നും ഇല്ലാണ്ട് ലീനിയർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതിനുശേഷം അതിനെ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസിനെയാണ് വോബിൾ ഇഫക്റ്റ് എന്ന് കാരണം, വോബിൾ ഇഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മിസ്അലൈൻമെൻറ്റ് സംഭവിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ടെൻഡൻ ഒരു മിസ്അലൈൻമെൻറ്റ് സംഭവിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ലോസിന് കാരണം. The friction due to wobble is proportional to length of tendon and pre-stressing force. അപ്പോൾ ഈ വോബിൾ എഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രൊപ്പോർഷണൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടെൻഡനും പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സാണ്. ലെങ്ത് ഓഫ് ടെൻഡൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ വോബിൾ എഫക്റ്റ് കാരണം ലോസും കൂടും. അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിനും അത് പ്രൊപ്പോർഷണലാണ്. ഈ വോബിൾ എഫക്റ്റ് ഓഫ് ടെൻഡൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചാൽ ആ റിജിഡിറ്റി ഓഫ് ഷീറ്റിംഗ്. ഷീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടെൻഡന് ചുറ്റും കൊടുക്കുന്ന ഡക്റ്റ് അല്ലെങ്കിൽ ഷീറ്റിംഗ്. അപ്പോൾ ആ റിജിഡിറ്റി ഓഫ് ഷീറ്റിംഗ് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ഷീറ്റിംഗ്, സ്പേസിംഗ് ഓഫ് ഷീറ്റ് സപ്പോർട്ട്, ടൈപ്പ് ഓഫ് ടെൻഡൻ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ആ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ഓഫ് ടെൻഡനും അതുപോലെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സുമാണ്. അപ്പോൾ ദ വോബിൾ ഇൻ ദ ടെൻഡൻ ഡിപ്പെൻഡ്സ് ഓൺ റിജിഡിറ്റി ഓഫ് ഷീറ്റിംഗ്, diameter of the sheeting, spacing of sheeting supports, type of tendon, type of construction. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് എന്ന് ചോദിക്കുക. അതിൻ്റെ ഈ ഒരു എൻഡാണ് നമ്മൾ ടെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ കൊടുക്കുന്ന ഈ ജാക്ക് വെച്ചിട്ട് ജാക്കിങ് എൻഡ് അല്ലെങ്കിൽ ടെൻഷനിങ് എൻഡ് ഇതാണ്. അപ്പോൾ ടെൻഷനിങ് എൻഡിൽ ആയിരിക്കും മാക്സിമം പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഉണ്ടാകും. അവിടെയുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P0 ആണ്. ആ ടെൻഷനിങ് എൻഡിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും കുറഞ്ഞു വരും. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ അടുത്ത എൻഡിലേക്ക് എത്തുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വേരിയേഷൻ നമുക്കൊരു എക്സ് ഡിസ്റ്റൻസിൽ എത്രയായിരിക്കും ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അതിൻ്റെ ലോസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ദ വേരിയേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആഫ്റ്റർ സ്ട്രെച്ചിങ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരുന്നത്. ഈ ഒരു ഫിഗർ റിപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആഫ്റ്റർ സ്ട്രെച്ചിങ് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് Px at any distance x from the tensioning end follows an exponential function. അപ്പോൾ ഈ ഒരു ഒരു എക്സ് ഡിസ്റ്റൻസിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി നമുക്കറിയാം ജാക്കിംഗ് എൻഡിൽ P0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസിലുള്ള ആ പോയിന്റിൽ എത്രയാണെന്ന് നോക്കാൻ ഒരു എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടെത്തുന്നത്. അപ്പോൾ Px is equal to P0 into e raised to minus mu alpha plus kx എന്നാണ്. അവിടെ P0 എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആയിട്ട് ജാക്കിംഗ് എൻഡ് നമ്മൾ സ്റ്റാർട്ടിങ് ആ ജാക്ക് എന്ന സ്ഥലത്തുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മാക്സിമം പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ഈ P0 എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കേബിൾ ആൻഡ് ഡക്റ്റ്. കെ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ വേവ് ഇഫക്റ്റ്. ഫ്രിക്ഷൻ ഈ വേബിൾ ഇഫക്റ്റ് കാരണം വേവ് ഇഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റിനാണ് കെ എന്ന് പറയുന്നത്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ആംഗിൾ ഇൻ റേഡിയൻസ് ത്രൂ വിച്ച് ദ ടാൻജൻറ്റ് ടു ദ കേബിൾ പ്രൊഫൈൽ ഹാസ് ടേൺഡ് ബിറ്റ്വീൻ 2 points അണ്ടർ കൺസിഡറേഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇക്വേഷനിൽ ആൽഫ എന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ലോസ് ഇൻ പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ FC എന്ന് പറഞ്ഞില്ല. അവിടെ ആൽഫ എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്.
ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയിന്റ്, നമ്മൾ 2 പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയാം P0 ആണ്. പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്, ഈ ഒരു പോയിന്റിൽ നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അതിനെ PX എന്ന് കൺസിഡർ ചെയ്ത്, ആ 2 പോയിന്റിനും കൺസിഡർ ചെയ്ത് നമ്മൾ 2 ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ 2 ടാൻജൻറ്റിൻ്റെ ഇടയിൽ വരുന്ന ക്യുമുലേറ്റീവ് ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. Cumulative angle in radians through which the tangent to the cable profile has turned between 2 points under consideration. അതാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇതാണ് നമ്മുടെ പ്രീസ്ട്രെസിങ് വേർബിൾ ഇഫക്റ്റ് കാരണമുള്ള ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇത്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഓരോ ടേമും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലെ വാല്യൂ, ഈ മ്യൂ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണല്ലോ. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് നമുക്ക് സാധാരണ പ്രോബ്ലത്തിൽ തരും. ഇല്ലെങ്കിൽ ഈ ജനറൽ ആയിട്ടുള്ള ഈ വാല്യൂ, ഒരു റേഞ്ച് ഒന്ന് ഓർത്ത് വെക്കുക. 0.25 to 0.55 ആണ് അതിൻ്റെ റേഞ്ച് പോകുന്നത്. അപ്പോൾ വളരെ ഫോർ സ്റ്റീൽ മൂവിങ് ഓൺ ലെഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ആ സമയത്ത് 0.25 ഉണ്ടാവുന്നുള്ളൂ. പിന്നെ സ്റ്റീൽ മൂവിങ് ഓൺ സ്റ്റീൽ ഫിക്സ്ഡ് ടു ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. സ്റ്റീൽ മൂവിങ് ഓൺ സ്മൂത്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 0.55 ആണ്. അപ്പോൾ ഇത് ആസ് പെർ IS 1343 ആണ് ഈ ഒരു വാല്യൂസ് ഉള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് എന്തെങ്കിലും വാല്യൂ എടുക്കുക. അത് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അസ്യൂം വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അല്ല വാല്യൂ ഓഫ് മ്യൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0015 to 0.005 റേഞ്ചിലാണ് വേരി ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ ലെങ്ത് ഓഫ് ടെൻഡൺ ആണ്. ആ ഒരു രീതിയിലാണ് ആ ഒരു കെൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത്. അതാണ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ലോസ് ഡ്യൂ ടു കർവേച്ചറും അതുപോലെ തന്നെ ലോസ് ഡ്യൂ ടു വേർബിൾ ഇഫക്റ്റും. പിന്നെ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് ഉണ്ടാകുന്നത് പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിലാണ്. കാരണം പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിൽ നമ്മൾ ആദ്യം തന്നെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ടെൻഡനെ സ്ട്രക്ചർ ചെയ്തതിലേക്ക് അതിലേക്കൊരു പ്രീസ്ട്രെസിങ് ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രീസ്ട്രെസിങ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സിനെ ഈ കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ വെഡ്ജസും അതുപോലെ ഒരു ആങ്കറേജ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ അങ്ങനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ വെഡ്ജസ് ഒരു സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് അത് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇൻ പോസ്റ്റ് ടെൻഷൻഡ് member, when the pre-stress is transferred to the concrete, the wedge slips through a little distance before they get properly seated on the conical space. The anchorage block also moves before it settles on the concrete. അതുപോലെ ആങ്കറേജ് ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യും. ആ ബ്ലോക്ക് കറക്റ്റായിട്ട് ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ സെറ്റിൽ ആവുന്നതിന് മുന്നേ അതെന്തെങ്കിലും ജസ്റ്റ് മൂവ്മെൻറ്റ് അതിന് സംഭവിക്കും. അപ്പോൾ ദർ ഇസ് എ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു കോൺസിക്വൻറ്റ് റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് ടെൻഡൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രീസ്ട്രെസിങ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു L ലെങ്ത്തിലുള്ള ഒരു ടെൻഡനിലേക്കാണ് നമ്മൾ പ്രീസ്ട്രെസിങ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് കാരണം അതിൻ്റെ ആ ലെങ്ത്തിന് ഒരു ഡിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡിഡക്ഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആങ്കറേജ് ലോസ് എന്ന് പറയുന്നത്. ദർ ഇസ് എ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ദി കോൺസിക്വൻറ്റ് റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് ടെൻഡൻ. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ലിപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് ആങ്കറേജ് സിസ്റ്റം. നമ്മൾ ആങ്കറേജ് സിസ്റ്റത്തിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളമാണ് സ്ലിപ്പ് ഉണ്ടാകുന്നത്. കാരണം ഈ ആങ്കറേജ് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും മൂവ്മെൻറ്റ്, അതായത് വെഡ്ജ് സ്ലിപ്പായി പോകുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും ആ ഒരു ലോസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ലോസ് ഓഫ് സ്ട്രെസ് ഈസ് കോസ്ഡ് ബൈ എ ഡെഫിനിറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷോർട്ടണിങ്. അപ്പം ഞാൻ പറഞ്ഞില്ല L എന്ന് പറഞ്ഞ ലെങ്ത്തുള്ളൊരു ടെൻഡൻ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ സ്ലിപ്പ് കാരണം അതിൻ്റെ ഒരു കൺസിഡറബിൾ എമൗണ്ട്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് അതിനൊരു ഷോർട്ടണിങ് ഉണ്ടാവും. ആ ഷോർട്ടണിങ് കാരണമാണ് അവിടെ ലോസ് ഉണ്ടാകുന്നത്. ലോസ് ഓഫ് സ്ട്രെസ് ഈസ് കോസ്ഡ് ബൈ എ ഡെഫിനിറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷോർട്ടണിങ് ഓഫ് ടെൻഡൻ. അപ്പോൾ ഈ പെർസെൻറ്റേജ് ലോസ്, അങ്ങനെ ഉണ്ടാകുന്ന ഈ ലോസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്പർ ആണെങ്കിൽ ഈ ലോസ് എന്തായിരിക്കും, പെർസെൻറ്റേജ് ലോസ് കൂടുതലായിരിക്കും. അത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയാം. സ്ട്രെസ് എന്നതിന് ഞാൻ P/A എന്ന് എഴുതി. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ഓഫ് ടെൻഡൻ L ആണ്. ഈ സ്ലിപ്പ് കാരണം അതിനൊരു ഷോർട്ടനിങ് ഉണ്ട്. ആ ഷോർട്ടനിങ്ങിന് ഞാൻ ഡെൽറ്റ എന്ന് ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ബൈ L എന്ന് പറഞ്ഞാൽ P/A എന്ന് എനിക്ക് മാറ്റി ചെയ്താൽ സ്ട്രെയിൻ ഈക്വൽ ടു സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ P/A. ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്താൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആ ഷോർട്ടനിങ് ഓഫ് ടെൻഡൻ ഈസ് ഈക്വൽ ടു P ഇൻറ്റു L ബൈ A എന്ന് എഴുതാം. ഇത് നമ്മൾ ജനറലായിട്ട് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു സ്ലിപ്പ് കാരണം ഉണ്ടാകുന്ന ലോസ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് കാരണം ഉണ്ടാകുന്ന ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ P/A ആണ്. അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ P/A ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ
ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ഇ ഇൻറ്റു ഇ എസ് ഇൻറ്റു ഡെൽറ്റ ഡിവൈഡ് ബൈ എൽ എന്ന് വരും. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ ഇതാണ്. പി ബൈ എ ഈക്വൽ ടു ഇ എസ് ഇൻറ്റു ഡെൽറ്റ ബൈ എൽ. അവിടെ ഇ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലാണ് ഇ എസ് എന്ന് പറഞ്ഞാൽ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് ഓഫ് ആങ്കറേജ് ആണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കേബിൾ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ പ്രീസ്ട്രെസ് ലോസ് ഈസ് ഹയർ ഫോർ ഷോർട്ടർ മെമ്പർ, അതായത് പ്രീസ്ട്രെസ് ലോസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആണ്. അപ്പോൾ ഷോർട്ടർ മെമ്പർ ആകുമ്പോൾ പെർസെൻറ്റേജ് ലോസ് ഈസ് ഹയർ. അത് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പും പോസ്റ്റ് ടെൻഷൻ്റെ ആയിട്ടുള്ള മെമ്പറിന് മാത്രമാണ്. പോസ്റ്റ് ടെൻഷൻ മെമ്പറുകൾക്ക് മാത്രമുള്ള ലോസ് ആണ്. അത് ഓർത്ത് വെക്കുക.